അടുത്തതായിട്ട് ഫില്ലറ്റ് എന്താണ്, റേഡിയസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനൊരു ഷേപ്പിൽ പോയിട്ട് ഒരു റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്യണം. ഫില്ലറ്റും റേഡിയസും ചെയ്യുന്നതിനായിട്ട് നമ്മൾ ആദ്യമായി റൈറ്റ് ക്ലിക്ക് അടിച്ച് കൺവേർട്ട് ടു എഡിറ്റബിൾ സ്പ്ലൈൻ എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യുക. അതിനുശേഷം ഞാൻ മാക്സിമൈസ് ചെയ്യാണ്. ഗ്രിഡ് നമുക്ക് ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഫില്ലറ്റ് എന്താണെന്ന് നോക്കാം. എഡിറ്റബിൾ സ്പ്ലൈനിൽ വെർട്ടെക്സിൽ സെലക്ട് ചെയ്യുക. വെർട്ടെക്സ് സെലക്ട് ചെയ്ത് നമ്മൾ താഴേക്ക് വന്നാൽ നമുക്ക് ഇവിടെ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്, ഫില്ലറ്റും ചേംഫറും. നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഇവിടെ കാണാൻ കഴിയും. ഞാൻ ഈ ഫില്ലറ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. ഫില്ലറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ റീഡിങ് വേരി ചെയ്യുന്നത് നമുക്ക് കാണാം. ഞാൻ ഫില്ലറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെയുള്ള വാല്യൂസ്, ചേംഫറിനായാലും ഫില്ലറ്റിനായാലും നമുക്ക് ഇവിടുത്തെ വാല്യൂസ് വേരി ചെയ്യുന്നത് നമുക്ക് ഇവിടെ കാണാം. ശ്രദ്ധിക്കുക, ഞാനൊരു വെർട്ടെക്സ് സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫില്ലറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഫില്ലറ്റിന്റെ റൈറ്റ് സൈഡിലെ വാല്യൂ വ്യത്യാസപ്പെടുന്നത് നിങ്ങൾക്ക് കാണാം. ഞാനിപ്പോൾ ഫില്ലറ്റ് ചെയ്തിരിക്കുന്നത് 2 അടി 11 ഇഞ്ച്, 3 അടിയാണ് ഞാൻ ഫില്ലറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഫില്ലറ്റിന്റെ റേഡിയസ് 3 അടി എന്ന് അടിച്ചു കൊടുത്താലും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഫില്ലറ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, ഈ രീതിയിലാണ് നമുക്ക് ഫില്ലറ്റ് ചെയ്യുന്നത്. ഞാൻ ക്ലിക്ക് ചെയ്തു, അതിനുശേഷം ഫില്ലറ്റ് ഡ്രാഗ് ചെയ്ത് നമുക്ക് 3 അടിയാക്കാം. എത്രയാണോ നമുക്ക് വേണ്ടത് ആ രീതിയിൽ നമുക്ക് ഡ്രാഗ് ചെയ്ത് നമുക്ക് കൃത്യമായിട്ട് വാല്യൂസ് കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഞാൻ 3 അടി കൊടുത്തു, അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫില്ലറ്റിന്റെ അവിടെ വാല്യൂ 3 അടി എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫില്ലറ്റ് ചെയ്യാം. ഈ രീതിയിൽ നമുക്ക് ഫില്ലറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ മാത്രമാണ് ഞാൻ എഡിറ്റബിൾ സ്പ്ലൈൻ എന്നുള്ള ഓപ്ഷൻ ആക്കിയത്. ഒരുപക്ഷെ ഞാൻ ലൈൻ വെച്ചാണ് ക്രിയേറ്റ് ചെയ്തിരുന്നതെങ്കിൽ എനിക്ക് ഫില്ലറ്റ് കൺവേർട്ടഡ് ടു എഡിറ്റബിൾ സ്പ്ലൈൻ എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യേണ്ട കാര്യം വരത്തില്ല. ഞാനിത് ലൈൻ വെച്ചൊന്ന് ക്രിയേറ്റ് ചെയ്യാണ്. ഇവിടെ നമുക്ക് കൺവേർട്ടഡ് ടു എഡിറ്റബിൾ സ്പ്ലൈൻ എന്നുള്ള ഓപ്ഷന്റെ ആവശ്യമില്ല. നമ്മൾ ഡയറക്റ്റ് പോയി ലൈനിൽ പോയിട്ട് വെർട്ടെക്സ് സെലക്ട് ചെയ്തിട്ട് നമുക്കിവിടെ ഫില്ലറ്റ് ഡയറക്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ 3 അടി കൊടുക്കുകയാണ് ഫില്ലറ്റ്. എത്രയാണോ നിങ്ങൾക്ക് വാല്യൂ വേണ്ടത് ആ രീതിയിൽ നിങ്ങൾക്ക് ഫില്ലറ്റ് ഡയറക്റ്റ് നിങ്ങൾക്ക് ഫില്ലറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇവിടെ ഞാൻ 3 അടി ഫില്ലറ്റ് ചെയ്തു. ഈ രീതിയിലാണ് നമ്മൾ ഫില്ലറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ചേംഫർ എന്താണെന്ന് നോക്കാം. ഇതിൽ നിന്ന് എക്സിറ്റ് ആവണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഈ വെർട്ടെക്സ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് എക്സിറ്റ് ആയി. ഇതിനുശേഷം ഞാൻ അടുത്ത ഷേപ്പ് ഉണ്ടാക്കുകയാണ്. ലൈൻ ക്ലിക്ക് ചെയ്തു, മോഡിഫൈയിൽ വന്നു, അതിനുശേഷം വെർട്ടെക്സിൽ സെലക്ട് ചെയ്തു. വെർട്ടെക്സിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചേംഫർ ഓപ്ഷൻ ഇവിടെ കിട്ടുന്നതാണ്. ഇവിടെ നമുക്ക് ചേംഫർ ഓപ്ഷൻ ഉണ്ട്. ഇത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ചേംഫറിൽ ക്ലിക്ക് ചെയ്തു. ചേംഫറിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാനൊരു വെർട്ടെക്സ് ചൂസ് ചെയ്തു. അതിനുശേഷം ഇവിടെ സിമ്പിൾ നമുക്ക് കാണാം. ചേംഫർ ചെയ്യാൻ പോകുന്നതിന്റെ സിമ്പിൾ നമുക്ക് മൗസ് ടിപ്പിൽ കിട്ടുന്നതാണ്. അതിനുശേഷം ഞാൻ ചേംഫർ ചെയ്യുകയാണ്. 4 അടിക്ക് ഞാൻ ചേംഫർ ചെയ്തു. അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും നമുക്ക് ഡയറക്റ്റ് എനിക്കിവിടെ ചേംഫർ ചെയ്യാം. ഇവിടെ വാല്യൂ നമ്മൾ മാറ്റി കൊടുത്ത് നമുക്ക് ചേംഫർ ചെയ്ത് എടുക്കാവുന്നതാണ്. ഈ രീതിയിലാണ് നമ്മൾ ചേംഫർ ചെയ്യുന്നത്. ഓപ്പറേഷന് ശേഷം ചേംഫറിൽ തന്നെ ക്ലിക്ക് ചെയ്ത് അത് എക്സിറ്റ് ആവുക. ഇവിടെയും വീണ്ടും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് എക്സിറ്റ് ആയി. നമുക്ക് വീണ്ടും മറ്റൊരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. റെക്റ്റാങ്കിൾ എടുത്തു, ഞാനൊരു റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്തു. റൈറ്റ് ക്ലിക്ക് അടിക്കുന്നു, വീണ്ടും റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് കൺവേർട്ട് ടു എഡിറ്റബിൾ സ്പ്ലൈൻ എന്നുള്ള ഓപ്ഷനിൽ ഇട്ടു. അതിനുശേഷം പ്ലസിൽ ക്ലിക്ക് ചെയ്ത് വെർട്ടെക്സ് എടുത്തു, വെർട്ടെക്സ് ചൂസ് ചെയ്തു. അതിനുശേഷം ചേംഫറിൽ ഞാൻ 3 അടി അടിച്ചു കൊടുക്കുകയാണ്. എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് അത് അടിച്ചു കൊടുക്കുക. ഈ രീതിയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചേംഫറും ഫില്ലറ്റും ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെയെല്ലാം ഞാൻ ഫില്ലറ്റ് കൊടുക്കുകയാണ്, ചേംഫർ കൊടുക്കുകയാണ്. ഈ രീതിയിൽ നമുക്ക് ചേംഫർ ചെയ്തെടുക്കാവുന്നതാണ്. വീണ്ടും ഇതിൽ നിന്ന് എക്സിറ്റ് ആവാൻ വേണ്ടി വെർട്ടെക്സ് എന്ന ഓപ്ഷനിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക. അതോടുകൂടി നമ്മുടെ ഈ ഓപ്പറേഷൻ പൂർത്തിയായിരിക്കുന്നതാണ്. നമ്മൾ ഫില്ലറ്റും ചേംഫറും പഠിച്ചു കഴിഞ്ഞു. നമുക്ക് അടുത്ത ഓപ്ഷനിലേക്ക് പോകാം. ഇൻസെർട്ട് എന്താണെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിത് ഡിലീറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം ഞാനൊരു റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്യാണ്. ഒരു റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം റൈറ്റ് ക്ലിക്ക് അടിക്കുക. വീണ്ടും റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് കൺവേർട്ട് ടു എഡിറ്റബിൾ സ്പ്ലൈൻ എന്നുള്ള ഓപ്ഷൻ ഇടുക. അതിനുശേഷം പ്ലസ് സൈൻ ആക്റ്റീവ് ചെയ്ത് വെർട്ടെക്സ് എന്നുള്ള ഓപ്ഷൻ ഇടുക. ഇനി ഞാൻ ഇൻസെർട്ട് എന്ന ടൂൾ നമുക്കിവിടെ നിന്ന് ലഭിക്കുന്നതാണ്.
റൈറ്റ് സൈഡിൽ നോക്കുക, നമുക്ക് ഇൻസേർട്ട് എന്ന ടൂൾ നമുക്ക് ഇവിടെ കിട്ടും. താഴേക്ക് വരിക, ഇവിടെ നമുക്ക് ഇൻസേർട്ട് എന്ന ടൂൾ ക്ലിക്ക് ചെയ്യും. ഇൻസേർട്ട് എന്നിട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാൻ ഏതെങ്കിലും ഒരു വെർട്ടെക്സ് പുറത്ത് മൗസ് വെച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ ഇളക്കി മാറ്റി നമുക്ക് വേറെ രീതിയിൽ ഷേപ്പിനെ വ്യത്യാസപ്പെടുത്താൻ സാധിക്കാം. വെക്കുക, റൈറ്റ് ഒന്നുകൂടെ വെർട്ടെക്സിൽ പിടിക്കുക, വെർട്ടെക്സിൽ പിടിച്ചതിന് ശേഷം നമുക്ക് വേണ്ട ഭാഗത്തേക്ക് വെക്കുക. ഇവിടെ എവിടെയാണ് വെക്കേണ്ടത് അവിടെ വെക്കുക, റൈറ്റ് ക്ലിക്ക് അടിക്കുക. ആ ഓപ്പറേഷൻ തീർന്നു. എനിക്ക് ഈ വെർട്ടെക്സിനെ മോഡിഫൈ ചെയ്യണം. ഈ വെർട്ടെക്സിലേക്ക് പോവുക. എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെ വേണേലും വെക്കാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം റൈറ്റ് ക്ലിക്ക് അടിക്കുക. ഇതിനെ വേണമെന്നുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്യുക, എവിടെയാണോ വേണ്ടത് അവിടെ ക്ലിക്ക് ലെഫ്റ്റ് ക്ലിക്ക് അടിക്കുക, ദെൻ റൈറ്റ് ക്ലിക്ക് അടിക്കുക. ഈ രീതിയിൽ നമുക്ക് ഇതിനെ ഷേപ്പ് മാറ്റിയെടുക്കാൻ കഴിയും. ഇതിനെയാണ് നമ്മൾ ഇൻസർട്ട് ടൂള് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻസർട്ട് ടൂൾ ഞാൻ ഓഫ് ചെയ്യാണ്. ഈ ഓപ്പറേഷൻ പൂർത്തിയായതിനു ശേഷം ഞാൻ ഇൻസർട്ട് ടൂൾ ഓഫ് ചെയ്തു. ഇനി നമുക്ക് റിഫൈൻ എന്താണെന്ന് നോക്കാം. വീണ്ടും ഇതിൽ വെർട്ടെക്സിൽ ക്ലിക്ക് ചെയ്ത് ഞാൻ ഈ ഫോമിൽ നിന്ന് എക്സിറ്റ് ആയി. അതിനുശേഷം ഞാൻ ഇതിനെ ഡിലീറ്റ് ചെയ്തിട്ട് മറ്റൊരു റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്യാണ്. ഞാൻ ഈ പറയുന്ന ഓപ്ഷൻസ് ഇതിനെല്ലാം ബാധകമാണ്. ഞാൻ ഒരു റെക്റ്റാങ്കിൾ വെച്ചോ ലൈൻ വെച്ചോ കാണിക്കുന്നെന്നുള്ളതേ ഉള്ളൂ. ഞാൻ ഒരു റെക്റ്റാങ്കിൾ എടുത്തു, ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം റൈറ്റ് ക്ലിക്ക് അടിച്ചു, കൺവേർട്ട് ടു എഡിറ്റബിൾ സ്പ്ലൈൻ. ഇനി നമുക്ക് റിഫൈൻ എന്താണെന്ന് നോക്കാം. റിഫൈൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് പുതിയതായിട്ട് ഒരു വെർട്ടെക്സിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിഫൈൻ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. പ്ലസിൽ സൈൻ ക്ലിക്ക് ചെയ്യുക, വെർട്ടെക്സ് ഓപ്ഷനിൽ ഇടുക. അതിനുശേഷം ഇവിടെ നമുക്ക് റിഫൈൻ എന്നുള്ള ഓപ്ഷൻ റൈറ്റ് സൈഡിൽ ഇവിടെ കിട്ടുന്നതാണ്. റിഫൈൻ ക്ലിക്ക് ചെയ്തതിനു ശേഷം നമ്മൾ ക്ലിക്ക് ചെയ്യുന്നിടത്തെല്ലാം നമുക്ക് വെർട്ടെക്സ് കിട്ടുന്നതാണ്. ഇവിടെ ഞാൻ 4 വെർട്ടെക്സ് ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ഇത് ഞാൻ ഇതിലില്ലാത്ത 4 വെർട്ടെക്സ് ഇപ്പൊ റിഫൈൻ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ച് 4 വെർട്ടെക്സ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ റിഫൈൻ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. ഇനി എനിക്ക് ഈ വെർട്ടെക്സ് ഡിലീറ്റ് ചെയ്യണം. ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റിഫൈൻ ഓഫ് ചെയ്യുക. ഏത് വെർട്ടെക്സ് ആണോ ഡിലീറ്റ് ചെയ്യേണ്ടത് അതിനെ സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴേക്ക് വന്നാൽ നമുക്ക് ഡിലീറ്റ് ഓപ്ഷൻ ഇവിടെ ലഭിക്കുന്നതാണ്. ഇവിടെ ഡിലീറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വെർട്ടെക്സ് പോയി. വീണ്ടും ഞാൻ ഇതിൽ ക്ലിക്ക് ചെയ്തു. ഇവിടെ താഴെ ഡിലീറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വെർട്ടെക്സ് ഡിലീറ്റ് ആയി പോകുന്നതായിരിക്കും. ഈ രീതിയിൽ നമുക്ക് വെർട്ടെക്സിനെ ഡിലീറ്റ് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതാണ്. ഞാൻ 4 വെർട്ടെക്സിനെയും ഡിലീറ്റ് ചെയ്തു. ഇനി റിഫൈൻ്റെ മറ്റൊരു ഓപ്ഷൻ നമുക്ക് പരിചയപ്പെടാം. വീണ്ടും ഞാൻ മുകളിലേക്ക് വന്ന് റിഫൈൻ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണ്. റിഫൈൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. റിഫൈൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് നമുക്കിവിടെ കണക്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. കണക്ട് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഞാൻ കണക്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ലീനിയർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഇതിന് ശേഷം ഞാൻ റിഫൈനിൽ ക്ലിക്ക് ചെയ്യാണ്. ശ്രദ്ധിക്കുക, കണക്ട് ക്ലിക്ക് ചെയ്തതിനു ശേഷം കണക്റ്റിന് 4 ഓപ്ഷൻസ് ഉണ്ട്. ലീനിയർ, ക്ലോസ്ഡ്, ബൈൻഡ് ഫസ്റ്റ്, ബൈൻഡ് ലാസ്റ്റ്. ഈ ഓപ്ഷൻ ഞാൻ കണക്റ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ലീനിയർ എടുത്തു. അതിനുശേഷം റിഫൈനിൽ ക്ലിക്ക് ചെയ്യാണ്. ശ്രദ്ധിക്കുക, ഞാൻ ഇവിടെ ഒരു വെർട്ടെക്സ് ക്രിയേറ്റ് ചെയ്തു, ഇവിടെ ഒരു വെർട്ടെക്സ് ക്രിയേറ്റ് ചെയ്തു, ഇവിടെ ഒരു വെർട്ടെക്സ് ക്രിയേറ്റ് ചെയ്തു, ഇവിടെയും ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ മൗസ് റൈറ്റ് ക്ലിക്ക് അടിക്കുകയാണ്. ലീനിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിയിൽ നമുക്ക് ഫോം ആവുന്നതാണ്. ഇനി നമുക്ക് റിഫൈൻ്റെ മറ്റ് 2 ഓപ്ഷനെ നമുക്ക് നോക്കാം. ഞാനൊരു റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്തു, കൺവേർട്ട് ടു എഡിറ്റബിൾ സ്പ്ലൈൻ എന്നുള്ള ഓപ്ഷനിലേക്ക് മാറ്റി. അതിനുശേഷം വെർട്ടെക്സ് സെലക്ട് ചെയ്തു. വെർട്ടെക്സ് സെലക്ട് ചെയ്തതിനു ശേഷം കണക്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു, ലീനിയർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഞാൻ റിഫൈനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്തു. ലീനിയർ എന്താണെന്ന് നമുക്ക് പരിചയപ്പെടാം, അതിനുവേണ്ടിയാണ് പറയുന്നത്. ഇവിടെയും ക്ലിക്ക് ചെയ്തു. ഇവിടെ കണക്ട് ഒളി എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. റിഫൈൻ ഇവിടെ നമ്മൾ ഈ ഓപ്ഷൻ വെർട്ടെക്സ് അണ്ടർ കർസർ, ഡു യു വാണ്ട് ടു റിഫൈൻ അറ്റ് ദ ക്ലിക്ക് പോയിന്റ് ഓർ സിംപ്ലി കണക്ട് ടു ദ എക്സിസ്റ്റിംഗ് വെർട്ടിക്കൽ ലൊക്കേഷൻ, അവിടെ കണക്ട് ഒളി എന്ന് കൊടുക്കുക. അതിനുശേഷം റൈറ്റ് ക്ലിക്ക് കൊടുക്കുക. നമ്മൾ 4 വെർട്ടെക്സ് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത് അവിടെ ലീനിയർ ആയിട്ട് വെർട്ടെക്സിനെ നമ്മൾ കണക്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇതാണ് കണക്ട് ലീനിയർ എന്നുള്ള ഓപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വീണ്ടും ഞാൻ അൺഡു ചെയ്ത് നമുക്ക് അടുത്ത ഓപ്ഷനിലേക്ക് പോകാം. അതിനായിട്ട് ഞാൻ ഈ വെർട്ടെക്സിനെ സെലക്ട് ചെയ്ത് ഞാൻ ഡിലീറ്റ് ചെയ്യാണ്. താഴേക്ക് വന്ന് ഡിലീറ്റ് ചെയ്തു, സെലക്ട് ചെയ്യുന്നു, ഡിലീറ്റ് ചെയ്യുന്നു. ഡിലീറ്റ് ചെയ്തു. ഇനി നമുക്ക് റിഫൈൻ്റെ അടുത്ത ഓപ്ഷനെ നോക്കാം.
റിഫൈൻ എടുത്തു, കണക്ട് ഞാൻ ലീനിയർ മാറ്റി ഞാൻ ക്ലോസ്ഡിലേക്ക് ഇടുകയാണ്. അതിനുശേഷം ഞാൻ റിഫൈനിൽ ക്ലിക്ക് ചെയ്യാണ്. അതിനുശേഷം ഞാൻ 4 വെർട്ടെക്സ് കൊടുത്തു. കൊടുക്കുക. ഈ വെർട്ടെക്സിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കണക്ട് ഓളി എന്ന് കൊടുക്കുക. അതിനുശേഷം റൈറ്റ് ക്ലിക്ക് അടിക്കുക. സ്മൂത്ത് ആയിട്ട് നമുക്ക് 4 വെർട്ടെക്സും തമ്മിൽ ക്ലോസ്ഡ് ആയിട്ട് സെലക്ട് ആയിരിക്കണം. ഇതാണ് ലീനിയർ ക്ലോസ്ഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.